സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇസ്രയേലിനെ ഞെട്ടിക്കുന്ന നീക്കങ്ങളിലാണ് ഇപ്പോൾ ഇറാനുള്ളത്. വിശ്വാസപരമായ ഭിന്നതകളും മറ്റ് പ്രശ്നങ്ങളും മാറ്റിവെച്ച് സൗദി അറേബ്യയുടെ നയതന്ത്ര പിന്തുണ ഉറപ്പാക്കാനാണ് ഇറാന്റെ നിർണായക നീക്കം. പശ്ചിമേഷ്യയുടെ ശാക്തിക ബലാബലത്തിൽ തന്നെ മാറ്റം വരുത്തുന്ന നീക്കമാണ് ഇറാൻ നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറുഭാഗത്ത് ഇറാനുമായി ഇനിയും ഉടക്കിട്ട് മുന്നോട്ട് പോയാൽ കൂടുതൽ തിരിച്ചടി കിട്ടുമെന്ന് തിരിച്ചറിയുകയാണ് ഇസ്രയേൽ എന്ന് തോന്നുന്നു. ഇറാനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര പരിഹാരങ്ങൾക്ക് റഷ്യയെ തന്നെ സമീപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ എന്നാണ് പുതിയ റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ റഷ്യയ്ക്ക് എത്രത്തോളം പങ്കുവഹിക്കാൻ കഴിയും എന്നതാണ് ശ്രദ്ധേയം. പശ്ചിമേഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയ്ക്കപ്പുറം പുതിയ കളിക്കാർ വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ കൂടുതൽ ശക്തി ആർജിക്കാൻ വലിയ വലിയ നയതന്ത്ര നീക്കങ്ങൾ നടത്തുകയാണ് ഇറാൻ ഈ സമയങ്ങളിൽ. സൗദി അറേബ്യയുമായുള്ള ബന്ധം എല്ലാ മേഖലയിലേക്കും വിപുലീകരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പറയുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അയച്ച സന്ദേശത്തിലാണ് ഇക്കാര്യമുള്ളത്. ഇറാന്റെ സന്ദേശത്തോട് വളരെ പോസിറ്റീവായാണ് സൗദി അറേബ്യ പ്രതികരിച്ചത് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. അതായത് പശ്ചിമേഷ്യയിലെ രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയ ഊഷ്മളമായ ബന്ധത്തിന് ഈ സന്ദേശത്തിലൂടെ തുടക്കമാകുമോ എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം, ഷിയ സുന്നി തർക്കമാണ് സൗദിയും ഇറാനുമായുള്ള പ്രധാനമായ പ്രശ്നം. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ വലിയവനാര് എന്ന മൂപ്പിള തർക്കവും അവിടെയുണ്ട്. 2016 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ സൗദി എംബസിയിലും വടക്ക് കിഴക്കൻ നഗരമായ മഷ്ഹദിലെ കോൺസുലേറ്റിലും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ സൗദി ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു. തീവ്രവാദ ബന്ധം ആരോപിച്ച് പ്രമുഖ ഷിയ പുരോഹിതനായ നിമർ അൽ നിമറിനെ സൗദി വധിച്ചതിനെ തുടർന്നായിരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം ഇറാനിൽ അരങ്ങേറിയത്. പിന്നീട് ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം 2023 സെപ്റ്റംബറിൽ ഇറാനും സൗദിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനരാരംഭിച്ചു. പക്ഷേ അത് അത്ര ഊഷ്മളമായി തുടർന്നില്ല. സങ്കീർണമായ പല പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ട് എന്നത് തന്നെയാണ് പ്രശ്നം. അതിലേറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ ഷിയ സുന്നി തർക്കം തന്നെയാണ്. മറ്റൊന്ന് എണ്ണ ഉൽപാദനത്തിൻ്റെയും വില നിർണ്ണയത്തിലെയും തർക്കങ്ങളാണ്. സൗദിയുമായി അതിർത്തി പങ്കിടുന്ന യമനിലെ സംഘർഷങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. സൗദി യമനിലെ സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ ഇറാൻ പിന്തുണയ്ക്കുന്നത് അവിടുത്തെ ഹൂതി വിമതരെയാണ്. സിറിയയിലെ പുതിയ സുന്നി സർക്കാരിനെയാണ് സൗദി പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഇറാൻ പിന്തുണച്ചിരുന്നത് തകർന്ന അസദ് ഭരണകൂടത്തെയാണ്. അമേരിക്കയുമായും ഇസ്രയേലുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് എന്നും സൗദി അറേബ്യ. എന്നാൽ ഇറാന്റെ കൂട്ട് റഷ്യയുമായും ചൈനയുമായുമാണ്. ഇങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും വിരുദ്ധ ധ്രുവത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഇറാനും. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് പശ്ചിമേഷ്യയുടെ നല്ലതിനു വേണ്ടി ഒരുമിക്കാം എന്ന സന്ദേശമാണ് ഇറാൻ സൗദിക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് അന്തർദേശീയ നിരീക്ഷകരെല്ലാം കരുതുന്നത്. മാറിയ സാഹചര്യവും സൗദി വിലയിരുത്തുന്നുണ്ട്. ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ സൗദിക്ക് കടുത്ത അമർഷമുണ്ട്. പക്ഷേ അമേരിക്കയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. അന്താരാഷ്ട്ര വേദികളെല്ലാം സൗദി തങ്ങളുടെ വ്യത്യസ്തമായ നിലപാട് പല രീതിയിൽ വ്യക്തമാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ വാഗ്ദാനത്തെ സൗദി ഭരണകൂടം മാറിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നോക്കിക്കാണുന്നത്. ആദ്യഘട്ടത്തിൽ നയതന്ത്ര ശത്രുത പരിഹരിക്കാൻ സൗദി തന്നെ മുൻകൈ എടുക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. മാത്രമല്ല, ഇറാന്റെ ആണവോർജ ശേഷി സൗദിക്ക് ഭീഷണിയാണ്. ഇതും സൗദി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായി നല്ല ബന്ധം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഊന്നിയാണ് സൗദി ഭരണകൂടം തീരുമാനങ്ങളിലേക്ക് വരിക എന്നാണ് അറിയുന്നത്. സൗദിയെയും ഒപ്പം നിർത്തിയാൽ അത് പ്രാദേശിക സന്തുലിതാവസ്ഥയിൽ വലിയ നേട്ടമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തലിന് പിന്നാലെ, അതായത് ഒരാഴ്ചയോളം കഴിഞ്ഞ് ഇസ്രയേൽ റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. പ്രധാനമായും ഇറാനും സിറിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റഷ്യ ഇസ്രയേൽ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ തന്നെ പൊതുമേഖലാ ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ക്യാൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിനും ഇറാനും ഇടയിൽ റഷ്യ മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് ചർച്ചകൾ നടന്നത് എന്നാണ് സൂചന. അതല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനുമായി ഇനിയും ഒരു ആക്രമണത്തിന് പോകുന്നത് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ടെന്ന ഇസ്രയേൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾക്ക് തുടക്കം ഇട്ടത് എന്ന് വിലയിരുത്തലുമുണ്ട്. ഇറാന്റെയും സിറിയയുടെയും കാര്യത്തിൽ നയതന്ത്ര പരിഹാരമാണ് ഇസ്രയേൽ റഷ്യയ്ക്ക് മുന്നിൽ വെച്ച ആവശ്യം. ഇറാനുമായുള്ള പ്രശ്നങ്ങൾക്ക് നയതന്ത്ര പരിഹാരം തേടി വിശാലമായ ഒരു കരാറിന്റെ സാധ്യത കൂടി ഇസ്രയേൽ തേടുന്നു എന്നുള്ളത് വ്യക്തമാണ്.
ഇക്കാര്യം അടുത്ത ആഴ്ച അമേരിക്കയിലെത്തുന്ന നെതന്യാഹു ട്രംപുമായി ചർച്ച നടത്തുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇറാന് മേൽ വ്യക്തമായ സ്വാധീനമുള്ള റഷ്യയെ കൂടി ഉൾപ്പെടുത്തി ഒരു നയതന്ത്ര പരിഹാരമാണ് ഇസ്രയേൽ തേടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ആണവ ഭീഷണിയുടെ പേരിൽ ഇറാനെ ആക്രമിച്ച സമയത്ത് ഒരിക്കലും ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അവർക്ക് പിന്നീട് കിട്ടിയത്. വിഖ്യാതമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നതും ലോകം കണ്ടു. ഇസ്രയേൽ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് പോയതോടെയാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തിറങ്ങിയത്. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ വെടിനിർത്തലിനായി രംഗത്ത് വന്ന ട്രംപിന് വ്യക്തമായ ബിസിനസ് താൽപ്പര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ പ്രധാന പ്രശ്നം ഇസ്രയേലിനേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. ഒപ്പം ഇറാനു വേണ്ടി റഷ്യയും ചൈനയും രംഗത്ത് വന്നതും അമേരിക്കയും ഇസ്രയേലിനെയും സമ്മർദ്ദത്തിലാക്കി. ഇറാന് മേൽ നടത്തിയ പ്രകോപനത്തിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും ഇസ്രയേൽ നേതൃത്വത്തിന് മേൽ വീഴും എന്നായിരുന്നു ആക്രമണം തുടങ്ങിയതിൽ പിന്നാലെ റഷ്യ പ്രതികരിച്ചത്. ഇസ്രയേലിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇങ്ങനെ തള്ളിപ്പറഞ്ഞെങ്കിലും ഇറാന് രാഷ്ട്രീയ പിന്തുണയ്ക്കപ്പുറം സൈനിക പിന്തുണ പരസ്യമായി വാഗ്ദാനം ചെയ്യാൻ റഷ്യ തയ്യാറായിരുന്നുമില്ല. എന്നാൽ ഇനിയും മുന്നോട്ട് പോയാൽ സൈനിക സഹായവുമായി റഷ്യ ഇറങ്ങുമെന്നുള്ള വ്യക്തമായ സൂചന പുടിൻ ഒരു ഘട്ടത്തിൽ നൽകുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ റഷ്യയുടെ ഇടപെടൽ പരിശോധിച്ചാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളിൽ സൂക്ഷ്മമായ ഒരു സന്തുലിതാവസ്ഥ റഷ്യ കാലങ്ങളായി പാലിച്ചു വരുന്നതായി കാണാം. ഇസ്രയേലുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാനുമായി സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ റഷ്യ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇറാൻ ഇസ്രയേൽ സംഘർഷം വന്നത് റഷ്യയെ സംബന്ധിച്ച് നയതന്ത്ര പരീക്ഷണമായിരുന്നു. വളരെ ശ്രദ്ധയോടെ തന്നെയാണ് റഷ്യ ഇക്കാര്യത്തിലും നീങ്ങിയത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ അവസാനത്തെ പിടിവള്ളിയായ ഇറാനൊപ്പം നിൽക്കാനായിരുന്നു റഷ്യ തീരുമാനിച്ചത്. ഈ നീക്കമാണ് സത്യത്തിൽ ഇസ്രയേലിനെയും അമേരിക്കയെയും അമ്പരപ്പിച്ചത്. ഇസ്രയേലുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ റഷ്യ ഇറാനൊപ്പം നിൽക്കില്ല എന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. ഇത്തരത്തിലുള്ള ചില നയതന്ത്ര നീക്കങ്ങളും ഇസ്രയേൽ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിച്ചായിരുന്നു റഷ്യ നിലപാടെടുത്തത്. എന്തായാലും റഷ്യയെ മുൻനിർത്തി ഇസ്രയേൽ നടത്തുന്ന സമവായ നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും എന്നത് ശ്രദ്ധേയമാണ്. റഷ്യയെ സംബന്ധിച്ച് ഇറാനിലെ ഷിയ ഭരണകൂടം ശക്തമായി നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും റഷ്യ നടത്തുക എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ സമവായ ചതികളിൽ അങ്ങ് റഷ്യ വീണുപോകാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ ഇടപെട്ടതോടെ ആഗോള ശ്രദ്ധയെ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് മാറ്റാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുക്രൈന് പാശ്ചാത്യ പിന്തുണ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൂടി വേണം റഷ്യയുടെ പല ഇടപെടലുകളെയും നമ്മൾ നോക്കിക്കാണാൻ. പശ്ചിമേഷ്യയിലെ സംഘർഷ ആശങ്കയിലേക്ക് സമവായവുമായി റഷ്യ എത്തുമോ? എങ്കിൽ ആ നീക്കം എത്രത്തോളം ഫലപ്രദമാകും? ഭിന്നതകളും അമേരിക്കൻ താൽപ്പര്യങ്ങളും മാറ്റിവെച്ച് ഇറാനുമായി കൂട്ടുകൂടാൻ സൗദി തയ്യാറാകുമോ? നിർണായക ചോദ്യങ്ങളാണ്. പല സങ്കീർണ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്ന നീക്കങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഇനി നടക്കാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇസ്രയേലിന് മേൽ ഇറാൻ നേടിയ പോരാട്ട വിജയം പശ്ചിമേഷ്യയിലെ ശാക്തിക ബലാബലങ്ങളെയും പ്രാദേശിക ബന്ധങ്ങളെയും മാറ്റിമറിക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയുകയും ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.